ഈ രാത്രിക്കായി സ്തുതിക്കുന്നു. എന്റെ പ്രാവശ്യത്തെ ഈ യാത്രയിൽ ഇവിടെയുള്ള ദൈവമക്കളോട് ചേർന്നൊരു കൂട്ടായ്മ കർത്താവ് നൽകിയതോർത്തും അതിനവസരം ദൈവദാസൻ നൽകിയതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. 2010 ലാസ്റ്റ് ഞാനിവിടെ വരുന്നത്. ഞാൻ കേരള സ്റ്റേറ്റിന്റെ ഓവർസറായിരുന്ന സമയത്തും അതിവിടെയുള്ള ഒരു ആരാധനയിൽ ശുശ്രൂഷിക്കുകയുണ്ടായി. ഒരു ചുരുങ്ങിയ ദിവസത്തേക്കാണ് ഞാൻ ഇപ്പോൾ വന്നത്. ഈ ആഴ്ച എന്റെ ഈ ചെറിയ ഷെഡ്യൂൾ പ്രോഗ്രാമിൽ മനഃപൂർവമായ ഒരു സമയം എനിക്കായി കണ്ടെത്തിയ ദൈവദാസനെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് കർണാടകയിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹമാണ്. 52 വർഷം ഞാൻ കേരള സ്റ്റേറ്റിൽ അതിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ ദൈവസഭയുടെ എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളും കയറി ഇറങ്ങുവാൻ ചെയ്തു. 2012 സെപ്റ്റംബർ 1 ഞാൻ ചർച്ചക്കോട് വേൾഡ് മിഷന്റെ പ്രത്യേക നിയമമനുസരിച്ച് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് മിഷൻ ഫീൽഡിൽ ആരംഭിച്ച് പ്രവർത്തിച്ചു. ദൈവങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ സഹശുശ്രൂഷകന്മാരായിരിക്കുന്ന തോമസ് കുട്ടി പാസ്റ്റർ, റോയി പാസ്റ്റർ, ദേവദാസന്മാരെയും കുടുംബങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തോമസ് കുട്ടി പാസ്റ്റർ ആന്ധ്രത്താനം ഉൾപ്പെടെയുള്ള അനേക സഭകളിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ കാഴ്ചവെച്ച ദേവദാസൻ പല വേദികളിൽ ഒന്നിച്ച് കേരളത്തിൽ ഞങ്ങൾക്ക് പങ്കിടുവാൻ അവസരങ്ങളെ തന്നിട്ടുണ്ട്. ഈ ദേവദാസന്മാരോട് ചേർന്ന് രാത്രിയായിരിക്കാൻ ലഭിച്ച അവസരം ഒരു പദവിയായി ഞാൻ ക്രിസ്ത്യൻ ഞാൻ കാണുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ പിതാവിനെയാണ് എന്റെ ഓർമ്മയിലും ശ്രദ്ധയിലും എപ്പോഴും ഉയർന്നു വരുന്നത്. വളരെ താഴ്മയും വിനയവും ഭവ്യതയും ഉണ്ടായിരുന്ന അനുഗ്രഹീത ദൈവദാസൻ. ക്രൈസ്തവം അദ്ദേഹത്തിന്റെ ആത്മകഥ പുസ്തകം എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. അനേക പ്രാവശ്യം അദ്ദേഹത്തിന്റെ ശിഷ്യത്വത്തിൽ നിന്ന് കേൾക്കുവാനും ആ പതിഞ്ഞ സ്ഥലത്തിൽ അനേക വൻകാര്യങ്ങൾ പ്രസ്താവിക്കുന്നത് കേൾക്കുവാൻ അനേക അവസരങ്ങൾ ദൈവത്തിന്റെ മക്കളൊക്കെ പിതാവിനെ പോലെ കർത്തവേലയിൽ വ്യാപൃതരായിരിക്കുന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ധാരാളമായി ഉപയോഗിക്കട്ടെ എന്ന പ്രാർത്ഥന. എല്ലാവരും ദൈവത്തെ സ്തുതിച്ച എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ചുരുങ്ങിയ സമയമേ നമ്മുടെ മുമ്പിലുള്ളൂ. മുഖവരിയായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ സമയം എടുക്കുന്നില്ല. അതുകൊണ്ട് ദൈവം വാക്തത്വത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്വസ്ഥമായി കാണിക്കാൻ വെച്ചിട്ട് ഒരു ആണായാലും ഉറപ്പ് കൊടുത്തു. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ. അതുകൊണ്ട് ദൈവം ശബ്ദമുയർത്തി വാക്തത്വത്തിന്റെ അവകാശികൾക്ക് ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും അവർ അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ആദ്യം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ വിടുതലാണ്. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്നതാണ്. ശരണത്തിനായി ഓടി മാറിപ്പോകാത്തത് ദൈവത്തിന് ഭോഷ്ക്ക് പറയുവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാണ്
ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാനില്ല. വിളിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ലേഖനം പൗലോസ് എഴുതിയെന്ന് നാം വിശ്വസിക്കുന്നു. ശ്വാസ ജീവിതത്തിൽ കടന്നു വന്ന് 30 വർഷം പിന്നിട്ടപ്പോൾ പഴയ ദേവാലയത്തെക്കുറിച്ചും പഴയ ആരാധനയെക്കുറിച്ചും പൗരോഹിത്യത്തെക്കുറിച്ചും ഒക്കെ ചില ചിന്തകൾ അവരിൽ വ്യാപരിച്ചു. കാരണങ്ങൾ പലതുണ്ട്. ഒരുപാട് പീഡനങ്ങളിൽ കൂടി കടന്നുപോയി. സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചു. പരിഹാസങ്ങളും നിന്ദകളും ഒരുപാട് അനുഭവിച്ചു. യഹൂദ ഓർത്തഡോക്സ് വിഭാഗമാണ് എബ്രായർ. അവരിൽ നിന്ന് വിശ്വാസ മാർഗത്തിൽ കടന്നു വന്നവർ ഒരുപാട് പീഡനങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ പീഡനങ്ങൾ പെരുകിയപ്പോൾ AD 68 മുമ്പ് എഴുതിയ ഈ ലേഖനം AD 70 യെരൂശലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നു. ഈ ലേഖനം എഴുതുമ്പോൾ യെരൂശലേം ദേവാലയം അവിടെയുണ്ട്. അതിലേക്ക് അവരുടെ ശ്രദ്ധ പതിവാനിടയായി. അകരോന്റെ തടസ്സമണി, യാഗപീഠം, പ്രാകാരം, താമ്രത്തൊട്ടി തുടങ്ങി എല്ലാ സന്നാഹങ്ങളും ദേവാലയത്തിലുണ്ടല്ലോ. നമുക്കിപ്പോഴും അവിടെ പ്രവേശനം കിട്ടും. നമുക്കങ്ങോട്ട് മടങ്ങിപ്പോകാം എന്നൊരു ചിന്ത നമ്മിൽ വ്യാപരിച്ചു. അത് മൂത്തുമൂത്ത് അവരിൽ ദൈവസ്നേഹം നഷ്ടപ്പെട്ടു. ദൈവസ്നേഹം നഷ്ടപ്പെട്ടപ്പോൾ കൂട്ടായ്മകൾ മുടക്കാൻ തുടങ്ങി. അത് മൂത്തുമൂത്ത് സഭായോഗം മുടക്കാൻ തുടങ്ങി. അത്രയ്ക്ക് മൂത്ത് വന്നപ്പോൾ എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായനും ഡബിൾ MA ഡിഗ്രിക്കാരനും ഒരു കപ്പലുടമസ്ഥന്റെ മകനും നല്ല പേഴ്സാറ്റ് ഉടമയും ഗമാലിന്റെ ഫാദറുടെ ന്യായപ്രമാണം 3 വർഷം അഭ്യസിച്ച ബെന്യാമിൻ ഗോത്രക്കാരനായ പൗലോസ്ലീഹ താൻ തന്നെ ഒരു കത്തിൽ കൂടെ അവരെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതാണ് ഈ ലേഖനം. പിന്മാറ്റത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക നല്ല ലക്ഷ്യമുണ്ടായി. രണ്ടാമത്തെ ആയത്തിലാണ് ഇങ്ങനെ എഴുതി. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ഭൂതന്മാർ മുഖാന്തരം മരളി ചെയ്ത് വചനം സ്ഥിരമായിരിക്കും. ഓരോരോ ലംഘനത്തിന് മനസ്സമ്മക്കേണ്ട ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവുതാൻ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതായ ഇത്ര വലിയ രക്ഷയെ നാം കണ്ടി വെക്കുന്നു പോയാൽ ശിക്ഷയിൽ നിങ്ങൾക്കൊരു പ്രമാണം, ന്യായപ്രമാണം തന്നൊരു വ്യക്തിയോ ഒരു ദൂതനമാണ്. ഒരു വ്യക്തിയോ ദൂതനോ തന്ന ന്യായപ്രമാണം ലംഘിച്ച നിങ്ങളുടെ പിതാക്കന്മാരും കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമായി ആരെയും വെറുതെ വിട്ടില്ല. എന്നാൽ ഈ സുവിശേഷം നിങ്ങൾക്ക് ഏൽപ്പിച്ചത് ഒരു വ്യക്തിയോ ഒരു ദൂതനുമല്ല. ഇത് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതാണ്. പിതാവാൻ ദൈവ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകി സാക്ഷി നിന്നതാണ്. കേട്ടവർ അപ്പോസ്തലന്മാർ നമുക്ക് ഉറപ്പിച്ചു തന്നതാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അപ്പോസ്തലന്മാർ ഈ 4 വകുപ്പിൽപ്പെട്ടവർ ഏൽപ്പിച്ചുറപ്പിച്ചു തന്ന കൃപയുടെ സുവിശേഷം നിങ്ങൾ ലംഘിച്ചാൽ എത്രയധികം നിങ്ങൾ ശിക്ഷിക്കപ്പെടും എന്ന് അവരെ ഓർമ്മിപ്പിച്ചു. 1-ാം അധ്യായത്തിൽ അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ വിളിക്ക് സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും യേശുവിനെ ഇങ്ങനെ നോക്കൂ, നിങ്ങളുടെ പിതാക്കന്മാരും ഒരുപാട് ശ്രദ്ധിച്ചു നോക്കിയ ചിലരുണ്ട്. ഒരുപാട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ ആളാണ് നിങ്ങളുടെ അബ്രഹാം പിതാവ്. പക്ഷേ ഈ ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം നിങ്ങളുടെ മധ്യത്തിലില്ല, മരിച്ചുപോയി. നിങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഒരുപാട് ശ്രദ്ധിച്ചു നോക്കിയതാണ് പുരോഹിതനായ അഹരോനെ. പക്ഷേ ലേഖനം എഴുതുമ്പോൾ അഹരോനും ഭൂമിയിലില്ല, മരിച്ചുപോയി. നിങ്ങൾ ഒരുപാട് വിജയപ്പെട്ട് ആലോചന കേട്ട് പിന്തുടർന്ന ഒരു പ്രവാചകനായിരുന്നു മോശ. ഈ ലേഖനം എഴുതുമ്പോൾ ആ മോശയും മരിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഒരുപാട് ആദരിച്ച് ബഹുമാനിച്ച ഒരു രാജാവുണ്ടായിരുന്നു ദാവീദ്. അവനും ഈ ലേഖനം എഴുതുമ്പോൾ
അടിച്ചു മാറ്റപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു പിതാവുണ്ട്. ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു പുരോഹിതനുണ്ട്. ഇന്ന് നിങ്ങൾക്ക് നല്ല ഒരു പ്രവാചകനുണ്ട്. ഇന്ന് നിങ്ങൾക്കൊരു രാജാവുണ്ട്. ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു അപ്പോസ്തലനുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തിയ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നോക്കുക, ശ്രദ്ധിച്ചു നോക്കുക. ആരെ? യേശുവിനെ ശ്രദ്ധിച്ചു. പ്രവാചകന്മാരെയും ഉപദേശകരായ ഞങ്ങളെയും സഭാ നേതാക്കന്മാരെയും ഒക്കെ ഒന്ന് നോക്കിപ്പോയാൽ മതി. ഞങ്ങളെ ഒന്ന് എങ്ങനെ നോക്കരുത്? ഒരുപാട് അടുത്ത് വന്ന് ശ്രദ്ധിച്ചു നോക്കുക. കൃപ കുറയും. എന്നാൽ കൃപ കൂടാൻ ആരെയും ശ്രദ്ധിച്ചു നോക്കണം. യേശുവിനെ ശ്രദ്ധിച്ചു. ഇവിടെ നമുക്കൊക്കെ പറ്റിയ അബദ്ധം, സഭാനേതാവിനെയും പ്രവാചകനെയും ഒരുപാട് തോളിൽ കൈയിട്ട് അടുക്കും. ഇവിടെ ബലഹീനതകളില്ലാത്ത ആരാ? സ്റ്റേജിൽ നിന്നപ്പോൾ കണ്ട പ്രകൃതിയല്ല, തോളെ കൈയിട്ട് സംസാരിച്ചപ്പോൾ ഒരുപാട് എന്ത് ചെയ്തു? അങ്ങ് അടുത്തു. ഒരുപാട് അടുത്തപ്പോൾ എന്ത് കുറഞ്ഞു? എന്നാൽ ഒരുപാട് ആരോടടുത്താൽ കൃപ കൂടും? യേശുവിനോട് അധികം അടുത്താൽ കൃപ കൂടും. അധികം നമുക്ക് ശ്രദ്ധിച്ച് യേശുവിനെ നോക്കാം. 12-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ ആവർത്തിച്ചു, ആകയാൽ നാമും സാക്ഷികളുടെ എത്ര വലിയ സമൂഹം സകല ഭാരവും പാപമിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം വിശ്വാസത്തിന്റെ നായകനും യേശുവിനെ. 11-ാം അധ്യായത്തിൽ ജയിച്ചവർ ഒരു വലിയ പട്ടിക നിരത്തി വെച്ചു. വലിയ പട്ടിക നിരത്തി വെച്ചു. വീര്യപ്രവർത്തികൾ ചെയ്തവർ, ഹല്ലേലൂയ, തീയിൽ കൂടെ അത്ഭുതങ്ങൾ ചെയ്തവർ, സിംഹത്തിന്റെ വായിൽ സ്തോത്രം അകപ്പെടാതെ വിടുവിക്കപ്പെട്ടവർ തുടങ്ങി വലിയ വലിയ വീര്യപ്രവർത്തികൾ ചെയ്ത വിജയിച്ചവർ പട്ടിക നിരത്തി വെച്ചു. എന്നിട്ട് 12-ാം അധ്യായം ആരംഭിച്ച് പറഞ്ഞു, ഈ പറയപ്പെട്ട ഒന്നിനെയും നോക്കി പോകരുത്. നീ ഒരു ഓട്ടക്കളത്തിലാണ്. ട്രാക്ക് തട്ടരുത്. ഓട്ടക്കളത്തിന് പുറത്ത് ജയ് വിളിക്കുന്നവരുണ്ട്, ചീർ വിളിക്കുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്, നിന്നെ നിരുത്സാഹപ്പെടുത്തുന്ന ധ്വനികൾ മുഴക്കുന്നവരുണ്ട്, അപ്പ പറയുന്നവരുണ്ട്, ചീർ വിളിച്ച് നിന്നെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്. തോൽവിയടയുവാനും വിജയിക്കുവാനും ശബ്ദങ്ങൾ പുറത്ത് കേൾക്കുന്നുണ്ട്. പക്ഷെ അവരെ ആരെയും നീ നോക്കരുത്. ട്രാക്കിൽ തെറ്റാതെ, പ്രമാണം തെറ്റാതെ, നിന്റെ ട്രാക്കിൽ നിന്നുകൊണ്ട് നിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുന്ന യേശുവിനെ വായിച്ച അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ ഒരിക്കൽ പ്രകാശനം ലഭിക്കുകയും സ്വർഗീയദാനം വരുവാനുള്ള പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും നല്ല വചനവും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരുടെയും മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ളതല്ല. പലപ്പോഴും പെയ്ത മഴ ഭൂമി കൃഷി ചെയ്യുന്നവര് സത്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം മുഴുവൻ മുളപ്പിച്ചാലോ അത് വളരാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. എന്താണ് അവസാനം? വെട്ടിക്കുറിച്ചുകൊണ്ട് ഒരു ദൈവമില്ലാതെ ചുട്ടുകളകിയ ഒരു പിന്മാറ്റക്കാരന്റെ മേൽ 2 ചാർജ് ഷീറ്റ് ഉണ്ടെന്ന് വെളിപ്പെടുത്തി. യഹൂദന്റെ മേൽ ഒറ്റ ചാർജ് ഷീറ്റേ ഉള്ളൂ, യേശുവിനെ ക്രൂശിച്ചതിന്റെ ചാർജ് ഷീറ്റ്. എന്നാൽ ഈ കൃപയിൽ വന്നിട്ട് പിന്മാറിപ്പോയവന്റെ മേൽ
രണ്ട് ചാർജ് ഷീറ്റിനും ശിക്ഷിക്കപ്പെടും. ഒന്ന്, യേശുവിനെ വീണ്ടും അവൻ ക്രൂശിക്കുന്നു. രണ്ട്, ലോകത്തിന് മുമ്പിൽ യേശുവിന് അപവാദം വരുത്തും. ഈ രണ്ട് ചാർജ് ഷീറ്റിൽ ഒരു പിന്മാറ്റക്കാരൻ ശിക്ഷിക്കപ്പെടുമ്പോൾ യഹൂദന് ഒറ്റ ചാർജ് ഷീറ്റേ ഉള്ളൂ, യേശുവിനെ ക്രൂശിച്ചത്. പലപ്പോഴും ഉപദേശങ്ങൾ കേട്ടിട്ടും പ്രബോധനങ്ങൾ കേട്ടിട്ടും ഓർപ്പിച്ചുണർത്തിയിട്ടും അടങ്ങി വരുവാൻ അനുനമിക്കുവാൻ മനസ്സില്ലാതെ വീണ്ടും വീണ്ടും അരുതാത്ത ഫലം കായ്ച്ച് മുൻപോട്ട് പോകുന്നുവെങ്കിൽ ഒരു കൃഷിയിടത്തെ സാദൃശ്യീകരിച്ചുകൊണ്ട് പൗലോസ് വ്യക്തമാക്കി ചുട്ടുകിളങ്ങി എത്തുകയെന്ന് അവസാനം. ഭയത്തോടെ നാം സേവ ചെയ്യാം. നിങ്ങൾ നാളെ വിശ്വാസത്തിൽ തുടരുവാൻ നിങ്ങൾക്ക് ചില വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നാളെ നിറവേറുവാൻ ചില വാഗ്ദത്തങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇന്നു മാത്രമല്ല നാളെയും കൃപയിൽ തുടരണം. പ്രൈസ് ദി ലോർഡ്. കാരണം വാഗ്ദത്തങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചത് നിവൃത്തിയായി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അത് പൂർത്തീകരിക്കുവാൻ ഇനിയും അനേക വാഗ്ദത്തങ്ങൾ കിടക്കുന്നത് കൊണ്ട് കൃപ കുറയരുത്, കൃപ പെരുക്കി നിങ്ങൾ മുന്നേറുക. ഹല്ലേലൂയ. അവിടെ അബ്രഹാം ഉൽപ്പത്തി പുസ്തകത്തിൽ വാഗ്ദത്തം ലഭിക്കുമ്പോൾ അവരൊരു മധ്യസ്ഥനെ ചോദിച്ച ഒരു ഫീലിംഗ് നൽകിക്കൊണ്ടാണ് പൗലോസ് സംസാരിക്കുന്നത്. മധ്യസ്ഥനെ ചോദിച്ചപ്പോൾ അബ്രഹാമേ, മധ്യസ്ഥനെ വേണ്ട, നീ സിദ്ധി, ഞാൻ സിദ്ധിതാവ്. സിദ്ധിതാവും സിദ്ധിയും തമ്മിൽ ഒരു ഇടപാടുണ്ടായാൽ സിദ്ധിതാവിനും സിദ്ധിക്കും മധ്യേ ഒരു മധ്യസ്ഥൻ പാടില്ല. എത്ര പേർക്ക് മനസ്സിലായി? സത്യദാസൻ പാസ്റ്റർ വിൽസൺ ജോസഫിന് ഞാൻ 1,00,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് മധ്യസ്ഥനെ ചോദിക്കാം. ഞാനും സിദ്ധി, അദ്ദേഹവും സിദ്ധി. എന്നേക്കാൾ പ്രാപ്തനായ ഒരാളെ മധ്യസ്ഥനാക്കാം, വേറൊരു സിദ്ധിയെ. 3 പേരും സിദ്ധികളാണ്. എന്നാൽ ഇവിടെ വാഗ്ദത്തം ചെയ്ത സിദ്ധിതാവാണ്. സിദ്ധിതാവിനോളം വലിപ്പമുള്ള ഒരു സിദ്ധി ഭൂമിയിലില്ല. അതുകൊണ്ട് സിദ്ധിതാവായി ഞാൻ നിനക്ക് ചെയ്ത വാഗ്ദത്തം, സിദ്ധിക്ക് ചെയ്ത വാഗ്ദത്തം, സിദ്ധിതാവിനും സിദ്ധിക്കും മധ്യേ സിദ്ധിതാവിനോളം വലിപ്പമുള്ള ഒരു മധ്യസ്ഥൻ ഭൂമിയിലില്ലാത്തത് കൊണ്ട് മധ്യസ്ഥൻ വേണ്ടെന്ന് കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് പിടികിട്ടി? അമേരിക്കയിലെ ആത്മവിശ്വാസത്തിൽ കുടുങ്ങിക്കിടന്നവരാണ്. വിടുതലേക്ക് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞാട്ടെ, സിദ്ധിതാവിനും സിദ്ധിക്കും മധ്യേ ഒരു സിദ്ധി മധ്യസ്ഥനായിക്കൂടാ. എന്തുകൊണ്ട്? സിദ്ധിതാവിനോളം വലിപ്പമുള്ള ഒരു സിദ്ധി ഭൂമിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് സിദ്ധിതാവായ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മധ്യസ്ഥൻ വേണ്ട, നിന്റെ ഉറപ്പിനായി ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ നിനക്ക് ചെയ്ത വാഗ്ദത്തം നീ പ്രാപിക്കും എന്നുള്ളതിന് എന്നെ കൊണ്ട് തന്നെ ഞാൻ ആണയിടുന്നു. എന്റെ ആണ നീ എന്ന് പ്രാപിക്കും. എന്നാലും ആര് വേണ്ട? കർത്താവിന് മാറ്റിക്കൂടാത്ത 2 സ്വഭാവം. അവൻ ഭോഷ്ക്ക് പറയുന്ന ദൈവം അല്ല, പിന്നെ വാക്ക് പറഞ്ഞിട്ട് മാറുന്നവനല്ല. നാം ഇതിനകത്ത് ശരണത്തിനോടി വന്നവരാണ്. എത്ര പേർ ഉറപ്പുണ്ട്? ഇതിനകത്ത് അടിപിടി ഉണ്ടാക്കാൻ ഓടി വന്നവരല്ല, അലക്കമുണ്ടാക്കാൻ ഓടി വന്നവരല്ല, ദൈവദാസന്മാരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നവരല്ല, പൈസ കമ്മിറ്റിയിൽ കടന്നുകൂടാൻ വന്നവരല്ല, ഇതിനകത്ത് സെക്രട്ടറി കരാജിയുമാകുവാൻ ഓടി വന്നതല്ല. ശരണത്തിനായി ഓടി നിയമത്തിലെ സകല നഗരങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഓരോന്ന് സ്ഥാപിക്കുന്നു. പ്രാണരക്ഷാർത്ഥം സ്തോത്രം. കൊല്ലുവാൻ ഓടി വന്ന പ്രതിയോഗിയുടെ സ്തോത്രം പിടികൊടുക്കാതെ
ആഞ്ഞാഞ്ഞ് അടച്ചടച്ച് വീണും എഴുന്നേറ്റും അടച്ചടച്ച് ഓടി 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 സങ്കേതത്തിൽ പ്രവേശിച്ച സ്വന്തം ജീവിതമേ ഹല്ലേലൂയ. നീ അല്പം താമസിച്ചിരുന്നുവെങ്കിൽ പ്രതിയോഗിയുടെ കയ്യിൽ നീ അകപ്പെടുമായിരുന്നു. നീ ഓടി വരുമ്പോൾ നിനക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, പ്രാണൻ വിടുവിക്കപ്പെടണം. പാവമോചനം പ്രാപിച്ച് അടച്ചടച്ച് അനുദമിച്ച് നിലവിളിച്ച് ഓടി വന്നപ്പോൾ നമ്മുടെ ലക്ഷ്യം നമ്മുടെ പ്രാണൻ രക്ഷിക്കപ്പെടണം. ഇന്നും ആ പ്രതീക്ഷ മാത്രമേ നമുക്കാകാവൂ. ശരണത്തിനായി ഓടി വന്നത് എല്ലാവരും പറഞ്ഞേ, ഞാൻ ഇതിനകത്ത് ശരണത്തിന് വന്നതാണെന്ന് പറയുന്നില്ല. അത് മതി. ഇതിനകത്ത് നമുക്കൊരു ശരണം മതി. ഹല്ലേലൂയ. ഇതിനകത്ത് കിളിത്തത്ത് കളിക്കാൻ വന്നതല്ല, ഒന്നും തള്ളും നടത്താൻ വന്നതല്ല, വാടാപോട വിളിക്കാൻ വന്നതല്ല, ചലഞ്ച് ചെയ്യാൻ വന്നതല്ല, ഷീറ്റ് ചെയ്യാൻ വന്നതല്ല. ദൈവദാസന്മാരെ വേദനിപ്പിക്കാൻ വന്നവരല്ല, അവന്റെ ശരണത്തിനായി ഓടി. മാത്രം നിനക്കുണ്ടെങ്കിൽ തേടി ശരണത്തിനായി ഓടി വന്നവന്റെ കണ്ണെപ്പോഴും നിറഞ്ഞിരിക്കും. അവനെപ്പോഴും ക്രൂദ്ധിച്ചിരിക്കുകയില്ല, അവനെപ്പോഴും ചേർത്തിരിക്കുകയില്ല, അവൻ അഹംഭാവം കാണുകയില്ല, അവൻ ഉയർച്ച കാണുകയില്ല. അവൻ ഒരു ചീർത്ത വിശ്വാസിയായിരിക്കുകയില്ല. അവന്റെ കണ്ണെപ്പോഴും പ്രാവിന്റെ കണ്ണുപോലെ നിറഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ ശരണത്തിനായി പടിവാതിൽ കയറുമ്പോഴും ആ കണ്ണ് ഈറന്ന് അടഞ്ഞ് നനഞ്ഞിരിക്കും. പടി കയറുമ്പോഴും ഉള്ളിൽ ഒരു മന്ത്രം, ഞാൻ ശരണത്തിനായി ഓടി പോകും. നമ്മുടെ ദൈവത്തിന് വലിയവനാണ്. മെയിൻ ലൈൻ രണ്ട് വാഗ്ദത്തമാണ് കർത്താവ്. ഒന്നാമത്തെ വാഗ്ദത്തം എന്ന് പറയുന്നത് യോഹന്നാൻ 16 ഞാൻ പോയി പിതാവിനോട് ചോദിച്ചൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും പാപത്തെയും നീതിയെയും അനീതിയെയും കുറിച്ച് ന്യായവിധിയെയും കുറിച്ച് നിങ്ങൾക്ക് ബോധം വരുന്നു. ആ വാഗ്ദത്തം ആവർത്തിച്ചു സ്വർഗാരോഹണ സമയത്ത്. അപ്പോസ്തലപ്രവൃത്തി 1:8 നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട് പിതാവിന്റെ വാഗ്ദത്തത്തിനായി നഗരത്തിൽ കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാണ്. ഒരു വാഗ്ദത്തമായി ആ വാഗ്ദത്തം നിറവേറുവാൻ ഒരു സംഘം ആൾക്കാർ മർക്കോസ് എന്ന സഹോദരന്റെ ഭവനത്തിൽ മാളികമുറിയിൽ കാത്തിരുന്നു. പെന്തക്കോസ്തിന്റെ 50-ാം ദിനം വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടി. അവിടെ കൂടി നിലവിളിച്ചു പ്രാർത്ഥിച്ചു. പെട്ടെന്ന് കൊടി കാറ്റിരിക്കുന്ന പോലെ ആകാശത്ത് മുഴക്കമുണ്ടായി. ആ മുഴക്കം അവർ ചെവി കേട്ടു. ആത്മാവ് ആ മുറി നിറഞ്ഞു. അവർ ആത്മാവിനെ ശ്വസിച്ചു. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ വലിയ ഭാഷകളിൽ സംസാരിച്ചു. നാവെടുത്ത് സംസാരിച്ചു. അഗ്നിജ്വാല പോലെ പുറത്തിരിക്കുന്ന ആളുകൾക്ക് പ്രത്യക്ഷമായി. ചെവി കൊണ്ട് കേട്ടു, മൂക്കുകൊണ്ട് ആത്മാവിനെ ശ്വസിച്ചു, പോക്കിൽ പതിഞ്ഞു, കണ്ണുകൊണ്ട് കണ്ടു, നാവെടുത്ത് സംസാരിച്ചു. കുറെ 5 ഇന്ദ്രിയങ്ങളും കർത്താവിന്റെ ആത്മാവിനെ രുചിച്ചത്. ഇന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നവർ ചുരുക്കമാണ്. നമ്മുടെ പെന്തക്കോസ്തിന്റെ ഒരു വലിയ പരാജയമായി മാറിയിരിക്കുന്നു. ആത്മാവിന് വേണ്ടി കാത്തിരിക്കാം. കാത്തിരിപ്പ് യോഗങ്ങൾ 1968 നാളുകളിൽ മാസമാസമുദായം വിട്ട് ഞാനും എന്റെ പ്രിയപ്പെട്ടവരൊക്കെ ഇറങ്ങുമ്പോൾ അന്ന് ഏറെ വർഷങ്ങൾ സഭകളിൽ ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാമാണ്
കാത്തിരിപ്പിയോടെ ശുദ്ധീകരണ പ്രാർത്ഥന അത് കഴിഞ്ഞാണ് പിറ്റേന്ന് സഭായോഗത്തിന് ഉണർവോടാ വരുന്നത്. തലേ രാത്രിയിലെ കാത്തിരിപ്പിയോഗവും ശുദ്ധീകരണ പ്രാർത്ഥനയും. ഇന്നൊന്നുമില്ല. ഇപ്പോൾ വന്നിരിക്കുമ്പോൾ ശുദ്ധീകരണം ആരംഭിക്കും. ഏതാണ്ട് അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ആശീർവാദവും പറയും. അതുകൊണ്ട് ആരാധന വെളിപ്പെടുന്നില്ല. ശരിയാണോ? ഹല്ലേലൂയ. കൂടെ കൂടെ നാം ഇരുന്ന് ശുദ്ധീകരണം പ്രാപിക്കണം. ആത്മാവിന് വേണ്ടി കാത്തിരിക്കണം. കേരളത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് അവിടെ നിന്നൊക്കെ വരുന്ന ദൈവദാസന്മാർ നിങ്ങളെ വിവേചിക്കുകയല്ല, അവരെ വിവേചിച്ച് നിങ്ങൾ വിടണം. അതിന് സഭയിൽ കൃപാവരം ചൊല്ലിക്കണം. കൃപാവരം ചൊല്ലിക്കണം. 1 Corinthians 12 പൗലോസ് വിശദീകരിക്കുന്ന കൃപാവരങ്ങൾ, ശക്തിയുടെ വരങ്ങൾ സഭയിൽ പ്രദർശിപ്പിക്കപ്പെടണം. 22 പരം കൃപാവരങ്ങളെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ 9 വരങ്ങൾ ശക്തിയുടെ വരങ്ങളാണ്. ശക്തിയുടെ വരങ്ങളാണ്. കൂടി വരുമ്പോൾ അത് വെളിപ്പെടേണ്ട വരങ്ങളാണ്. ഒരാൾ ഭാഷാവരത്തിൽ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ വ്യാഖ്യാനിക്കണം. ഒരാൾ പ്രവചിക്കണം. ഒരാൾ വെളിപ്പാട് കാണണം. ഒരാൾ രോഗശാന്തിയുടെ ശുശ്രൂഷ ചെയ്യണം. ഒരാൾ പരിജ്ഞാനത്തിന്റെ വചനമെടുക്കണം. ഒരാൾ ജ്ഞാനത്തിന്റെ വചനമെടുക്കണം. ഒരാൾ വിവേചനാത്മാവിൽ സംസാരിക്കണം. ഒരാളിൽ വിശ്വാസം വർദ്ധിച്ച് വിശ്വാസത്തിന്റെ ഡിക്ലറേഷൻ നടത്തണം. ഈ 9 ശക്തിയുടെ വരങ്ങളും കൂടി വരവിൽ വെളിപ്പെട്ടു വരേണ്ടതാണ്. ഹല്ലേലൂയ. അതെന്തുകൊണ്ട് ഇല്ലെന്ന് ചോദിച്ചാൽ നമ്മൾ വാഞ്ചിക്കുന്നില്ല, നമ്മൾ കാത്തിരിക്കുന്നില്ല. ഇതേതെങ്കിലും ഒരു വ്യക്തിയുടെ കുത്തകയല്ല. കാത്തിരിക്കുന്ന കൊച്ചു സഹോദരി, പാവം സഹോദരി, സഹോദര, കാത്തിരിക്കുന്ന നിനക്കിത് പ്രാപിക്കാം. വാഞ്ചിക്കുന്നവരെന്ന് വെച്ചിട്ടുണ്ട് തരാൻ. ആവേശമില്ല, നമുക്കത് ചോദിക്കുവാൻ മനസ്സില്ല. ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മളൊരു മുൻവിധിയോടെയാണ് വരുന്നത്. ക്ഷമിക്കണം, മുൻവിധികളാണ് വരുന്നത്. ഞാനിപ്പോ അങ്ങോട്ട് ചെല്ലുമ്പോൾ പാസ് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അത് കഴിഞ്ഞിട്ട് സാധു കൊച്ചുഞ്ഞു ഉപദേശിയുടെയോ ചെറിയോ കാലത്തെത്തിയ 1-2 പാട്ടുകൾ കൈയടിച്ച് പാടും. ഇന്നാലിനാൽ ഓർഗൻ വായിക്കും, ഡ്രമ്മടിക്കും, എല്ലാവരും ചേർന്ന് പാടും. അത് കഴിഞ്ഞ് ഒരു പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞ് എഴുന്നേറ്റൊരു പാട്ടുണ്ട്. അത് കഴിഞ്ഞൊരു സങ്കീർത്തനമായുണ്ട്. അത് 1/2 മണിക്കൂർ മെസ്സേജ് ഉണ്ട്. അത് കഴിഞ്ഞ് സാക്ഷിയുണ്ട്. അത് കഴിഞ്ഞ് വിശുദ്ധ പാസ്റ്റർ കാണും. അവര് പ്രസംഗിക്കും, ആശീർവാദം പറയും, തീരും. ഈ പ്രതീക്ഷയുടെ വരുന്നത് കൊണ്ട് മറ്റൊന്നും വിളിക്കും. വീട്ടിൽ എന്നെ ഭക്ഷണത്തിന് വിളിച്ചു. എന്നോട് കാലക്കുട്ടി പറയാ, പാസ്റ്റേ ഞങ്ങൾ ആരും ഇല്ലായിരുന്നു, വന്നത്. അതുകൊണ്ട് പുളിശ്ശേരിയും ഇച്ചിരി മീൻകറിയും മാത്രമേ ഉള്ളൂ, ചോറുണ്ണാൻ വരണം, പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ മട്ടൻ പ്രതീക്ഷിക്കുന്നു. വേണോ എന്ന് പ്രതീക്ഷിച്ചാൽ മതി. ചോറും പ്രതീക്ഷിക്കും. നമ്മൾ മുമ്പേ പറഞ്ഞതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്തൊക്കെയാ? പഴയ 1-2 പാട്ട്, പിന്നൊരു സങ്കീർത്തനം, പിന്നെ 1-2 പേര് പ്രാർത്ഥന, പിന്നെ സാക്ഷി, പിന്നെ സ്വപ്നവാഴ്ച, പിന്നെ പ്രസംഗം. ഇത്രയും പ്രതീക്ഷയോടെ വരുന്നു. അതുകൊണ്ട് പ്രവചിക്കുന്നില്ല, അന്യഭാഷ വെളിപ്പെടുന്നില്ല, വീര്യപ്രവർത്തനം ഫലമില്ല, വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളില്ല. അതുകൊണ്ട് സഭ അവിഞ്ഞു പോവുകയാണ്. രാഷ്ട്രീയവൽക്കരിച്ചും സമുദായവൽക്കരിച്ചും പെന്തക്കോസ്ത് ഇന്നൊരു ഭയവുമായി വരികയാണ്. നമ്മൾ ആദ്യകാല ഉണർവിലേക്ക് വരണം. ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. അവളിൽ ദൈവസ്നേഹം കുറയുന്നു. അവൻ തമ്മിൽ സ്നേഹമില്ല. സഹോദരനെ കാണുന്നതിൽ ഇഷ്ടമില്ല. സഹോദരനെ കാണുന്നതിൽ താല്പര്യമില്ല.
പാസ്റ്റർമാരെ കാണുമ്പോൾ ഇച്ഛിച്ചു തോന്നുന്നു. ഇത് മുത്താണ് സഹായോഗം മുടക്കുന്നത്. പിതാറ്റത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം അവർക്ക് പറഞ്ഞാട്ടെ, ദൈവസ്നേഹം കുറയുന്നതാണ്. കുറയുന്ന ഫീലിംഗ് ഉണ്ടാകുമ്പോൾ ദൈവസ്നേഹം മടക്കി കിട്ടാൻ നീ 3 ദിവസം ഉപസിക്ക്. എന്താ ബ്രദറെ, വിശ്വാസത്തിന്റെ വിഷയം ഭൗതികമായിട്ടൊന്നുമല്ല പാസ്റ്ററെ. ഈ ദിവസങ്ങളിൽ എനിക്ക് എന്തോ കുറയുന്നതായിട്ട് തോന്നുന്നു. ദേവദാസന്മാരെയൊക്കെ കാണുമ്പോൾ ഇച്ഛിച്ചു തോന്നുന്നു. സഹോദരങ്ങളെ കാണുമ്പോൾ മുഖത്ത് നോക്കാൻ തോന്നുന്നില്ല. കൈകൊടുത്തത് സ്തോത്രം പറയാൻ തോന്നുന്നില്ല. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ഇങ്ങനെ പോയാൽ ഞാൻ ഈ കോളത്തിൽ കാണുകയില്ല. അതുകൊണ്ട് എനിക്ക് പഴയ ദൈവസ്നേഹം മടക്കി കിട്ടാൻ അതൊക്കെ പറഞ്ഞു ഉപസിക്കാൻ, കൃപാവനത്തിന് വേണ്ടി ഉപസിക്കാന്ന് പറ. എനിക്ക് പ്രവചനവരം കിട്ടണം പാസ്റ്റേ. ഞാൻ 3 ദിവസം ഇരിക്കുക. എനിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടില്ല. അന്യഭാഷ ദൈവത്തോടെ എനിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കണം. എനിക്ക് ആ പറയുന്ന 9 ശക്തിയുടെ വരങ്ങളിൽ ചിലത് തരുവാൻ എന്റെ ദൈവം വിശ്വസ്തന കാത്തിരിക്കാൻ പോവുക. ഇതൊക്കെ പറഞ്ഞുകൊണ്ടങ്ങോട്ട് ഉപസിക്ക്. നിന്റെ ജോലി നഷ്ടപ്പെടത്തില്ല. നിനക്ക് ജോലി കർത്താവ് ഓടിച്ചിട്ട് തരും. നിന്റെ ഭൗതികത്തിൽ കർത്താവ് ഉയർച്ച തരും. നിന്റെ ഫലമായ കർത്താവ് അനുഗ്രഹിക്കും. നിന്റെ അശ്വസ്ഥതകൾ കർത്താവ് മാറ്റും. ആവശ്യമില്ലാത്ത കൽപ്പനകളും ആവശ്യമില്ലാത്ത ചപ്പുചവറുകളും ഭൗതികവും പറഞ്ഞ് 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 കർത്താവിനെ നമ്മൾ വീർപ്പ് മുട്ടിക്കുക. ആത്മീകൻ ചോദിച്ചിട്ടല്ലേ, സ്വർഗത്തിലെ സമ്പത്ത് ചോദിച്ചിട്ടല്ലേ, അതോടുകൂടെ എല്ലാം ആത്മീക ജീവനെ ചോദിച്ചു പറയുമ്പോൾ ഭൗതിക നിലയ്ക്ക് വിഷയമല്ല. ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നീ അതിനുവേണ്ടി ഒരുപാട് വാചാലമാകണ്ട, ഒരുപാട് കരയണ്ട. നീ കരഞ്ഞ് കൃപ ചോദിച്ചു വാങ്ങ. അതോടൊപ്പം സകലം തരുവാൻ നീ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. ഓ, നമ്മുടെ ദൈവത്തിന് ആ ദൈവസ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. പെന്തക്കോസ്തിന്റെ വേലക്കേരളക്കരയിൽ ആരംഭിക്കുന്ന ഇന്നേക്ക് 30, 50, 60, 70, 80 വർഷങ്ങൾക്ക് മുമ്പ് ശ്രദ്ധിക്കൂ. ആറാട്ടുപുഴ കടവിലും പമ്പയാറ്റിലും മണിമലയാറ്റിലും അനേക വെള്ളത്തിൽ മുങ്ങി അമ്പര ചുംബികളായ ദേവാലയ ഗോപുരങ്ങളെ യാത്ര പറഞ്ഞ് കുടുംബ കല്ലറകളോടും സെമിത്തേരികളോടും ടാറ്റ പറഞ്ഞ് സെമിത്തേരി തോട്ടമില്ലാത്ത, ആരാധിപ്പാൻ ഒരു ഷെഡ് പോലും ഇല്ലാത്ത പെന്തക്കോസ്തിലേക്ക് മറ്റൊരുത്തന്റെ ചാർപ്പിൽ പുല്ലുമേഞ്ഞ ചാർപ്പിൽ, ഓലമേഞ്ഞ ചാർപ്പിൽ, കൂടെ കൂടെ വെള്ളം ഇച്ചു വീഴുന്ന ചാർപ്പിൽ, ചാവകം മെഴുകിയ തറയിൽ കീറ്റപ്പ വിരിച്ച് കീറിയ ഭാഗത്ത് നമ്മുടെ ചുംബികളായ ദേവാലയ ഗോപുരങ്ങൾ വിട്ട് നമ്മുടെ മാതാപിതാക്കൾ വെള്ളത്തിൽ മുങ്ങി കയറി വരുമ്പോൾ അവർക്ക് അവിടെ ഇരിക്കുവാൻ ലജ്ജയില്ലായിരുന്നു. എന്തുകൊണ്ട്? പെന്തിക്കോസ്തിലെ പ്രവചനം കണ്ടുകൊണ്ടല്ല, പെന്തിക്കോസ്തിലെ പാസ്റ്റർമാരുടെ സൗന്ദര്യം കണ്ടുകൊണ്ടല്ല, അവരുടെ പേഴ്സണാലിറ്റി കണ്ടുകൊണ്ടല്ല, അവരുടെ തിയോളജിക്കൽ ഡിഗ്രി കണ്ടുകൊണ്ടല്ല, അവരെ ഉത്സാഹിപ്പിച്ചത് പെന്തക്കോസ്തിലെ ദൈവസ്നേഹം കണ്ടുകൊണ്ടല്ല. പെന്തക്കോസ്തിലെ ദൈവസ്നേഹം അവരെ ആകർഷിച്ചു. ദൈവസ്നേഹം ആകർഷിച്ചു. ഇന്നത്തെ പോലെ കൈകൊടുത്ത് പല്ല് കാണിക്കുന്ന സ്നേഹമല്ലായിരുന്നു. സ്നേഹം പ്രായോഗികമായിരുന്നു. വിശക്കുന്നതിന്റെ വിശപ്പ് മാറ്റുന്ന സ്നേഹം. അമ്മമാരൊക്കെ സ്വന്തം തുണിയിൽ അരി കെട്ടി അടുക്കളവാതിൽ കൂടെ കൊണ്ടുകൊടുത്ത് അവളെ വെച്ച് കഴിക്കാൻ പട്ടിണി കിടക്കണ്ട എന്ന് പറയുന്ന സ്നേഹം. വീട്ടിലെ രോഗി ഉണ്ടായാൽ അവർ എഴുന്നേൽക്കുന്നവരെ വീട്ടിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്നേഹം. മരണമുണ്ടായാൽ ഇന്നത്തെ പോലെ മോർച്ചറിയില്ലാത്ത ആ കാലഘട്ടത്തിൽ 1-2 ദിവസം ഐസിട്ട് വയ്ക്കുന്ന ബോഡിക്ക് ചുറ്റു വരിക. 1-2 ദിവസം പാട്ടുപാടിയും മധുരം വായിച്ചും ചെയിൻ കൂട്ടായ്മ നടത്തി ആ ഭവനത്തെ
ദുഃഖത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകാതെ അവരെ പ്രത്യാശയിൽ നിലനിർത്തിയ പ്രയാസമെന്ന് കണ്ടാൽ അവരെ ചുറ്റിപ്പറ്റുന്ന പ്രയാസം മാറ്റുന്ന സ്നേഹം. ആ സ്നേഹം അത് പ്രാക്ടിക്കലായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രപേർക്ക് സന്തോഷമുണ്ട്? ആ സ്നേഹത്തിലേക്ക് സഭ മടങ്ങി വരണം. നിങ്ങളിവിടെ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയ്ക്ക് ഓടി വരുന്നത് ആരാധന എന്നുള്ള ഒറ്റ ഫോക്കസിലല്ല, ദൈവസ്നേഹത്തിന്റെ തള്ളലാണ് നിങ്ങൾ വരുന്നത്. ശരിയാണോ? ദൈവസ്നേഹത്തിന്റെ തള്ളലാണ്. ഇവിടെ തമ്മിൽ സ്നേഹമില്ലാത്തൊരു കൂട്ടമാണ് വരുന്നെങ്കിൽ പലരും സഭ വിട്ടുപോകും. ഈ ഇരിക്കുന്ന 3 ദൈവദാസന്മാരോടുള്ള നിങ്ങളുടെ ആഴമായ സ്നേഹമാണ് ആരാധനയ്ക്ക് നിങ്ങളെ കൊണ്ടുവരുന്നത്. ഈ ദൈവദാസന്മാരുടെ സ്നേഹമില്ലെങ്കിൽ സ്നേഹമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ ഓടിപ്പോകും. അങ്ങനെയെങ്കിൽ നമ്മളെ കൂട്ടായ്മയിൽ ഒന്നിച്ച് അരക്കിട്ടുറപ്പിക്കുന്ന ഒരു ബന്ധം ദൈവസ്നേഹമാണ്. ആ സ്നേഹത്തിന് വെയിറ്റ് കൊടുക്കണം. ഹല്ലേലൂയ. ദൈവസ്നേഹം മുറ്റി നിൽക്കുമ്പോൾ ഞങ്ങളൊക്കെ ദൈവദൂതന്മാരെ പോലെ തോന്നും. സ്നേഹം കുറയുമ്പോൾ ഞങ്ങളൊക്കെ ഇച്ഛിച്ചയായി തോന്നും. സ്നേഹം മുറ്റി നിൽക്കുമ്പോൾ ഗേറ്റിന്റെ വാതിക്ക് ഞങ്ങൾക്ക് വന്നാൽ പിന്നെ നടക്കണ്ട. ആരൊക്കെ പിടിച്ചു വലിച്ച് ഓടി വന്ന് ഗായൊക്കെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ചുമരുമൊക്കെ തന്ന് നാട്ടിലെ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുന്ന പോലെ തെള്ളിയെടുത്ത് വീട്ടിൽ കൊണ്ടിരിക്കും. AC റൂമിൽ കൊണ്ടിരിക്കും. പിന്നെ ഒരുപാട് ചോദ്യങ്ങളാണ്. തണുത്ത് വേണോ, ചൂട് വേണോ, കൈവെട്ടിക്കാമല്ലോ, സൂക്ഷിക്കണേ, മരുന്നെടുക്കണേ, കുറച്ചാളോട് ഇരിക്കണേ, ഞങ്ങൾക്ക് കാണണം, അങ്ങനൊന്നും പെട്ടെന്ന് പോകരുത്, ആയുഷ് കർത്താവ് തരണം, ദൈവമേ ക്ഷണിച്ചു പോയല്ലോ, എന്തോ പറ്റി പാസേ, പറഞ്ഞേ, വല്ലതും കഴിക്കുന്നില്ലേ, ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കണം, ഒരുപാട് ചോറുണ്ടരുത്, പത്തിരോട്ടം കഴിക്കണം, അല്ല ചപ്പാത്തി കഴിക്കണം, ഒരുപാട് ഉപദേശങ്ങളാണ്. ഒറ്റ വായിൽ തന്നെ 100 ഉപദേശങ്ങൾ എന്തോ ഉച്ചരിക്കുക. മേരിക്കുട്ടി എറി, തണുത്തെറി, ചെറുക്കത് കേട്ടോ, വിളമ്പടി, വെക്കടി, മീനെടുത്ത് വറക്കടി, കട്ടേറ്റെടുത്ത് ഉറക്കടി, പൊരിക്കടി, വിളമ്പടി, എല്ലാം എടുക്കടി. ഓ, നമ്മുടെ ദൈവദാസനാണ് വിശ്വസം വന്നിരിക്കുന്നത്. ദൈവമേ എടുക്കടി, എടുക്കടി, എന്തോ വേണം ഇന്ന് തൃപ്തിയായി. പൊട്ടെ ബ്രദറെ, പൊണ്ണ തോളത്ത് അമർത്തി അവിടെ ഇരുത്തി 4 മണിക്ക് ചായ കൊടുത്തു. എന്നാൽ ഈ സ്നേഹം അങ്ങോട്ട് കുറയുമ്പോൾ ഗേറ്റിന്റെ വാതിക്കൽ നെല്ലോട്ട് കണ്ടോ വയറും വരുന്നുണ്ട്. വയറും വരുന്നുണ്ട്. മന്ത്രിയായി നിങ്ങൾ വരിക, നിങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെ ചെയ്യാന. നേരത്തെ കരുതിയില്ലെങ്കിലും വെളിപ്പെട്ട് വരിക. കാര്യം ചെയ്ത് ഞാൻ ബാത്റൂമിലാണ് വയ്ക്കാം. ഈ ഒരു കാര്യം ചെയ്യും. ഈ സാമർത്ഥ്യമുള്ളവളല്ലേ ചോദിക്കൊന്നും ദേവദാസൻ വേച്ച് കുടയൊക്കെ കുത്തി സഞ്ചിയൊക്കെ തൂക്കി നിറച്ച് ഒരു ഗ്ലാസ് വെള്ളം സഹോദരന്റെ വീട്ടിൽ നിന്ന് കുടിക്കാം ചന്ദ്രയായി ഈ ചൂട് എന്നൊക്കെ പറഞ്ഞ് കയറി വരുമ്പോൾ ഈ സഹോദരി വന്ന് ആദ്യമൊക്കെ നിറഞ്ഞു നിൽക്കുക. കാരണം പെട്ടെന്ന് ചാടി അകത്തോട്ട് എന്താ പറഞ്ഞേ, ബ്രദർ ഇവിടെ ഇല്ലയോ സിസ്റ്ററെ, ഇപ്പൊ ഇവിടെ നിൽക്കുന്നുണ്ട്, ഇങ്ങോട്ട് പോയി പിടി. എല്ലാവരും ഈ മനുഷ്യൻ നിൽക്കുന്നതാണ്. പെട്ടെന്ന് അങ്ങനെയാണോ ആ ദാസന്റെ അറിഞ്ഞൂടെ പുള്ളിയുടെ സ്വഭാവം അറിയാം. അപ്പൊ ഇപ്പോഴും വരുന്നില്ല അല്ലേ? ഓ, ഇനിയിപ്പൊ ഇങ്ങനെ പോയാൽ ഈ മനുഷ്യൻ പാതിരായിക്കൊക്കെയാ കയറി വരുന്നത്. ഓ, അങ്ങനെയാണോ? എന്നാ പിന്നെ ഞാൻ പോകട്ടെ സിസ്റ്റർ, അല്ലാതെ ഇപ്പൊ ഞാൻ എന്തോ ചെയ്യാൻ. അത് വരുമ്പോ പറഞ്ഞത് ഞാൻ തെറ്റ് പറഞ്ഞേ രക്ഷപ്പെട്ടു. എന്തോ കുറഞ്ഞു. ഇത് മൂത്താണ് എന്ത് മുടക്കുന്നത്.
ആരാധന മുടക്കും. ദൈവസ്നേഹം കുറയുമ്പോൾ ദശാംശം ഇടുന്നത് പിടിക്കും. എത്ര മോളിക്കുട്ടി ഇടുന്നത്? 500 വെച്ചാൽ 100 ആക്കണി. എന്തിനാ 500 കൊടുക്കുന്നു? മോട്ടോർ വെച്ചിട്ട് വരപ്പിച്ചു പോകുന്ന പൂക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ചവണിക്കുന്നു. അങ്ങനെ വിട്ട് അരപ്പിക്കണ്ട. നമ്മുടെ ദശാംശം നടന്നുകൊണ്ട് പോയാൽ 500 എന്താക്ക്? ദൈവസ്നേഹത്തിന്റെ കുറവ് കൊടുക്കുന്നതിനെ ബാധിക്കുന്നു. പ്രായോഗിക വശങ്ങളെ ബാധിക്കുന്നു. കോട്ടേജ് മീറ്റിംഗ് മുടക്കുന്നു. ദൈവസ്നേഹം കുറയുമ്പോൾ പകരത്തിന് പകരം കിട്ടുന്ന സ്വഭാവം. സ്തോത്രം. വെരിക്കുട്ടി, നമ്മുടെ കോട്ടേജ് മീറ്റിംഗില് ചാക്കോച്ചന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോടി? ഇല്ല, അവിടുന്ന് ആരും വന്നില്ല. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പകരത്തിന് പകരം. നമ്മുടെ മോളെ കല്യാണത്തിന് തോമസിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോടി? നീ ശ്രദ്ധിച്ചോ? ഇല്ല, ആരും വന്നില്ല. എന്നാ പിന്നെ അവന്റെ മോളെ കല്യാണം നമുക്ക് ദിവസത്തേക്ക് വന്നില്ല. വന്നില്ലെങ്കിലും നമുക്ക് അങ്ങോട്ട് പോയി വരാതിന് അവരുടെ ബുദ്ധിമുട്ടുന്നതിൽ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി ആ സ്നേഹം വിളിച്ചു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പകരം കിട്ടുന്നതല്ല ക്രിസ്തീയ സ്നേഹം. സമാപനത്തിലേക്ക് കൊണ്ടുവരണമല്ലോ. ശ്രദ്ധിച്ചാണ് ദൈവമക്കളെ. രണ്ടാമത് മെയിൻ ലൈൻ വാക്തത്വം. രണ്ടാമത് യേശു നൽകിയത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകും. ദൈവത്തിൽ വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തലവരിക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ വീഴ്ത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ഞാൻ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ചേർത്ത് പറഞ്ഞാട്ടെ. കയറിപ്പോയാന്നല്ല പറഞ്ഞത്, ഞാൻ വന്ന് നിങ്ങളെ കൊണ്ടുപോകും. അവർ സുട്ടി പാസ്റ്റർ താമസിക്കുന്ന ചെല്ലാൻ അറിഞ്ഞുകൂടാ. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, പാസ്റ്ററെ ഞാൻ അങ്ങോട്ട് വരാൻ മനസ്സുണ്ട്. ദേവദാസന് കാര്യം ഒരുങ്ങി. അലുലു സെന്റർ അറിയാമല്ലോ, അതിന്റെ വാതിക്കൽ വന്ന് എന്റെ അടുത്ത് നിൽക്ക്, ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുവരാം. പിന്നെ ഞാൻ ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ തെക്കോട്ട് തിരിയണോ ചോദിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ അവിടെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാം. ഇതാണ് യേശു കയറിപ്പോയാൽ യേശു പറഞ്ഞില്ല, ഞാൻ തന്നെ വഴിയിൽ സത്യവും ചേർന്നിരിക്കെ ഞാൻ വന്ന് കൊണ്ടുപോകാം. ഇതാണ് ക്രിസ്തീയ പ്രത്യാശ. ഇത് കൂടാതെ അനേക കൊച്ചു കൊച്ചു വാക്യത്തിൽ കൂടി അവകാശികളാണ് നമ്മൾ. എത്രപേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കുടുംബം സംബന്ധിച്ച്, നിന്റെ ജോലി സംബന്ധിച്ച്, നിന്റെ തലമുറ സംബന്ധിച്ച്, നിന്റെ ആയുസ് സംബന്ധിച്ച്, നിന്റെ ആരോഗ്യം സംബന്ധിച്ച്, നിന്റെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ സകല വിഷയങ്ങളിലും നിനക്ക് വാക്തത്വങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. ആ വാക്തത്വ വചനങ്ങളെ ഉരുവിട്ട് നീ പ്രാർത്ഥിക്കണം. ചപ്പു ചവറുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. ഏറ്റവും വലിയ തന്ത്രമാണ് വാക്തത്വ വചനം നമ്മുടെ ഓർമ്മയിൽ എടുത്തു മാറ്റിയിട്ട് അവിടെ ചപ്പു ചവറുകൾ ചെയ്യുക, നമ്മുടെ നാവിൽ കൂടി അത് പറയിപ്പിക്കുക. ഒരു എക്സാമ്പിൾ മാത്രം പറയട്ടെ. ഗലീലായിൽ വെച്ച് യേശുവൊക്കെ പറഞ്ഞ് മനുഷ്യപുത്രൻ ഭാവികളിൽ ഏൽപ്പിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട 3-ാം നാൾ പ്രഭാതത്തിൽ സഹോദരിമാർ കൂടെ കേട്ടവർ ഓർത്തില്ല, ശിഷ്യന്മാർ ഓർത്തില്ല. സഭയിലേക്ക് ഓടി വരുമ്പോൾ തമ്മിൽ ലൂക്കോസ് 24 അവർ പറഞ്ഞത് നമുക്ക് വേണ്ടി ആര് കല്ല് വെട്ടിമാറ്റും. ഒരു കല്ല് പ്രശ്നമുണ്ടെന്ന് യേശു പറഞ്ഞില്ല. ദൂതനോട് വന്നിച്ചു, അവനെ എവിടെ വെച്ച് പറഞ്ഞാൽ ഞാൻ അവരെ പ്രഭാതത്തിൽ വന്ന് ശവം കൊണ്ടുപോകുവാൻ യേശു പറഞ്ഞില്ല. പക്ഷെ ഇതിന്റെ നാവിൽ കല്ലും ശവവും പിശാചിട്ടു. വാക്തത്വം അവരെടുത്തു. അപ്പോസ്തലന്മാർ ശിഷ്യന്മാർ കല്ലറയിൽ കുനിഞ്ഞു നോക്കിയിട്ട് അവർ തലമുക്കി പറഞ്ഞു, ശവത്തെ പൊതിഞ്ഞ തുണി കാണുന്നു. ശിഷ്യന്മാരുടെ വായിൽ തുണിയിട്ടുള്ളത്. ആ വായിൽ എന്താ വരേണ്ടത്? ഉയർത്തെഴുന്നേറ്റ യേശു എവിടെയെന്ന് ചോദിക്കേണ്ട വായിൽ പിശാച് ശവത്തെ പൊതിഞ്ഞ പഴതുണിയിട്ട് കൊടുത്തു. സഹോദരമായിൽ കല്ലും ശവം ഇട്ട് കൊടുത്തു. അവരതും പാടി നടക്കുക, കല്ല് ശവം പഴതുണി. എന്നാൽ വിലപ്പെട്ട വാക്തത്വം ദുഃഖം നടത്തിയെടുത്ത് അവന്റെ ഓർമ്മയിൽ വെച്ചു. യജമാനനെ ആ ചതിയിൽ ജീവനോടിരിക്കുമ്പോൾ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞ് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നു. ഓർക്കേണ്ടവർ ഓർത്തി
ഓർത്തില്ല, ഓർക്കേണ്ടാത്തവർ ഓർത്തു. നീ എന്തിനാ മുസ്തഫീഷാനെ ആ വാഗ്ദത്തം നീ ഓർമ്മ വെച്ചത്? കല്ലെടുത്ത് വയ്ക്കുവാൻ, മുദ്ര പതിപ്പിക്കുവാൻ, കാവൽക്കൂട്ടത്തിൽ നിർത്തുവാൻ, അത് പുറത്തു വരാതിരിക്കാൻ. ഇല്ലേ, ഇന്ന് രാത്രി നീ വിശ്വാസത്തോടെ എനിക്ക് നിനക്ക് ലഭിച്ച വാഗ്ദത്ത വിഷയങ്ങളെ ആഭിചാര ശുദ്ധ അത് മൂടി വെച്ച് ഒരിക്കലും നീ അനുഭവിക്കുകയില്ല എന്ന് ദുഷ്ടൻ ബാധിക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡിക്ലെയർ ചെയ്യട്ടെ. യേശുക്രിസ്തുവിന്റെ വാഗ്ദത്തം പുറത്തു വരട്ടെ, വാഗ്ദത്തം പുറത്തു വരട്ടെ. ഒരുവട്ടത്തിന്റെ വാഗ്ദത്തം നീ സ്വന്തമാക്ക്. നീ അത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. ഉയർത്തെഴുന്നേറ്റ യേശു എവിടെ എന്ന് ചോദിക്കുന്നത് ഇന്ന് നാവിൽ കല്ലും ശവവും പിശാചുണ്ടെങ്കിൽ അതല്ല നീ പറയുന്നത്. എനിക്ക് എന്റെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ രാത്രി നിങ്ങൾ ഉടുത്തിറങ്ങി ബന്ധപ്പെട്ട് ജോലി കഴിഞ്ഞ് ഇവിടെ വിയർത്തോടി വന്നത് കല്ലും ശവവും കാണാനല്ല, പഴംതുണി കാണാനല്ല, ഉയർത്തിൻ ജീവന്റെ ഉയർത്തിൻ ശക്തി അനുഭവിക്കുക, ജീവന്റെ ശക്തി അനുഭവിക്കുക. പ്രബന്ധം എങ്ങനെയുണ്ട്? ഓ, അറിയിക്കുന്നവർക്ക് അറിയിക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. ഓ, അങ്ങനെയാണോ? അത് വലിച്ചു കിടപ്പുണ്ട് ഇവിടെ. ഓ, ഇനി പ്രാർത്ഥിച്ചിട്ടുള്ളൂ, ഇപ്പോഴൊക്കെ പ്രാർത്ഥിച്ച് നാട്ടിലോട്ട് പോകാനുള്ള പരിപാടി തീരുന്നെങ്കിൽ നാട്ടാടും ചെന്ന് തീരട്ടെ. മെഡിക്കൽ ശാസ്ത്രമൊക്കെ എതിരാണ്. ഇനിയിപ്പോ അവസാനത്തെ സമയങ്ങളാണ്. നീ ഇതല്ല പറയും. മെഡിക്കൽ ശാസ്ത്രം എതിരാണ്, സാഹചര്യങ്ങളൊക്കെ എതിരാണ്. പക്ഷെ അതിനെ അതിജീവിക്കുന്ന ഒരു ദൈവശക്തി മരിച്ചു കാലത്തെ വെച്ച് മരിച്ചവരെ ജീവിപ്പിക്കും. ചേർന്ന് പറഞ്ഞാട്ടെ, മരിച്ചവരെ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന എന്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ. വിളിച്ചു പറ, പ്രാർത്ഥിക്കുക. ഇതയ്ക്ക് വിളിച്ചു പറ, അബുദാബിക്ക് വിളിച്ചു പറ, അലയിലേക്ക് വിളിച്ചു പറ, പുതുവായിലേക്ക് വിളിച്ചു പറ, അജ്മാനിലേക്ക് വിളിച്ചു പറ, വാസ്തവത്തിലേക്ക് വിളിച്ചു പറ. ദൈവങ്ങളെ എല്ലാം അറിയിക്കുക. വൈദ്യശാസ്ത്രം എതിരാ, പക്ഷേ എന്റെ കർത്താവിനെ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വിശ്വാസം ഈ രാജ്യം മുഴുവൻ ഡിക്ലെയർ ചെയ്യട്ടെ. പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ വിളിച്ചു ചോദിച്ചത് നിരുത്സാഹപ്പെടുത്തുന്ന വാക്കിന് നിന്റെ വായിൽ നിന്ന് പുറത്തു വരരുത്. അത് കേൾക്കാനല്ല വിളിച്ചത്, വിശ്വാസത്തിന്റെ തിരിവ് കേൾക്കാനാണ്. ഓ, എന്റെ ദൈവത്തിന്റെ വലിപ്പം നീ വിളിച്ചു പറ, വലിപ്പം വിളിച്ചു പറ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഞാൻ നീളമുള്ള ഒരു ഡോക്ടറുടെ വിധിയല്ല നീ പറയേണ്ടത്, പോകുന്ന വൈദ്യശാസ്ത്രമല്ല നീ പറയേണ്ടത്. ആ വൈദ്യശാസ്ത്രത്തിന് രൂപം കൊടുത്ത ഒരു ദൈവിക ശാസ്ത്രമാണ്. ജീവനമുണ്ട്. സ്വന്തം വിശ്വാസത്തിൽ റിന്യൂവേഷൻ നടത്തി, സ്വന്തം ജീവനെ കുറിച്ച് സംസാരിച്ച്, ഓ, എന്റെ തൊടുവാതിന് അവകാശമില്ല, എന്റെ ഭാര്യയെ തൊടുവാതിന് അവകാശമില്ല, എന്റെ ഭർത്താവിനെ തെറ്റ് ചെയ്യുവാൻ അവകാശമില്ല, എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ തെറ്റ് ചെയ്യുവാൻ അവകാശമില്ല, അവരുടെ ജീവിതത്തെ തെറ്റ് ചെയ്യുവാൻ അവകാശമില്ല, എന്റെ ബിസിനസ്സിനെ തൊടുവാതിന് അവകാശമില്ല, കൈവരിക്കുന്ന ബന്ധങ്ങളെ തൊടുവാതിന് അവകാശമില്ല.
ശൂന്യതയോടെ ഇവിടുന്ന് വിട്ടുപോകുവാനല്ല നീ വന്നത്. കരച്ചിലോടും നിലവിളിയോടും പഴത്തൊരു നിറച്ച പെട്ടിയോടെ പോകുവാനല്ല നീ വന്നത്. മടങ്ങുമ്പോൾ നോവോടെ പോകും. നിങ്ങൾക്ക് കണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കട്ടെ. 125-ാം സങ്കീർത്തനം എല്ലാവരും ശ്രദ്ധിക്കുന്നു. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കുന്നത് ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്റെ ഉറപ്പുണ്ട്. എല്ലാവരും നെഞ്ചാത്മാർത്ഥമായിട്ട് കൈവച്ചേ എന്നിട്ട് അഭിഷേകത്തോടെ പറയൂ, എന്റെ അവകാശത്തിന്റെ പേര്, എന്റെ അവകാശത്തിന്റെ പേര് ചെങ്കോലിരിക്കാൻ ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം അനുവദിക്കയില്ല, അനുവദിക്കയില്ല, അനുവദിക്കയില്ല. എന്നവർ വിശ്വസിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ മക്കളുടെ ഓഹരി അവർക്ക് ലഭിക്കും. It's
Thank you.